Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഹോസ്പിറ്റൽസ് ആണ്. ഹോസ്പിറ്റൽസിലെ സുരക്ഷയും സുരക്ഷിതത്വം. അതില് സേഫ്റ്റി എന്താണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. സേഫ്റ്റി അവയർനെസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ നമ്മൾ എടുത്തത് ജനറൽ സേഫ്റ്റി റൂൾസ് ആണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ഇത്രയും വരെയല്ലേ എടുത്തത് കഴിഞ്ഞ ക്ലാസ്സില്? ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പൊ ഇന്ന് എടുക്കാൻ പോകുന്നത് സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. നമ്മൾ പേഷ്യൻസ് കെയർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പേഷ്യൻസിന് കെയർ കൊടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം സേഫ്റ്റിയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പ്രിവെന്റ് ഫോളിങ് ഫ്രം ബെഡ്. നമ്മളത് എന്താണ്, ബെഡിൽ നിന്ന് അവർ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ചില പേഷ്യൻസ് ബലഹീനരായിരിക്കും അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടായിരിക്കാം. എങ്ങനെയായാലും ബെഡിൽ നിന്ന് വീണ് പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യണം. അതാണ് പ്രിവെന്റിങ് ഫോളിങ് ഫ്രം ദ ബെഡ്. ഓക്കെ. feedable, disoriented and patient who are under sedation. എങ്ങനെയുള്ളവരായിരിക്കും? ബലഹീനരായവരോ ദിശാബോധമില്ലാത്തവരോ, ഡിസ്ഓറിയന്റഡ് ആൻഡ് ദ പേഷ്യന്റ് ഹു ആർ അണ്ടർ സെഡേഷൻ. നമ്മൾ സെഡേഷൻ മരുന്നിന്റെ സെഡേഷൻ കൊണ്ടോ അവരെന്താണ് അൺകോൺഷ്യസ് ആണെങ്കിൽ അവർ മേ ബി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? വീഴാനുള്ള ചാൻസ് ഉണ്ട്. frequently try to get on or off the bed unaided. വെച്ചാല് ഒരാളുടെ സഹായം, ഫെഡബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലഹീനര്. ഓക്കെ ഓക്കെ. നമുക്ക് ഒരാളുടെ സഹായം, അൺഎയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹായം ഇല്ലാതെ, മറ്റൊരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാനും പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരായിരിക്കും എന്ത് ചെയ്യണത്? പെട്ടെന്ന് വീണ് പോകുന്നത്. അപ്പൊ അവരറിയാണ്ടൊക്കെ എഴുന്നേക്കാൻ നോക്കുമ്പോൾ അവർ ചിലപ്പോൾ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എന്താ പ്രൊവൈഡ് ചെയ്യേണ്ടത്? അവർ വീണ് പോകാതിരിക്കാൻ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം? അവരെ അസസ് ചെയ്യണം, അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കണം. Try to make the patient understand that they require assistance. പേഷ്യൻസിന് സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? പെരുമാറണം. Patients' belongings should be kept within reach. പേഷ്യൻസിന്റെ സാമഗ്രികൾ, അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സാധനങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ അത് അറേഞ്ച് ചെയ്ത് വെക്കണം. Ask the patient to use nurse call bell. നമ്മള് പേഷ്യന്റിനോട് പറയാം, ഇനി എപ്പോഴെങ്കിലും ബെഡ് പാൻ ഓർ യൂറിനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബാത്റൂമിലോ ടോയ്ലറ്റിലോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ നേഴ്സ് കോൾ ബെല്ല് പ്രസ് ചെയ്താൽ മതി എന്ന് പേഷ്യന്റിനോട് പറയണം. അതേപോലെ ബെഡ് റേസ് എന്ന് വെച്ചാല് നമുക്ക് ബെഡിന് രണ്ട് ബെഡിന്റെ വശത്തും നമുക്ക് എന്തുണ്ട്? റെയിൽസ് ഉണ്ട്, കൈപ്പിടികൾ ഉണ്ട്, അത് വെക്കണം. യൂസ് ബെഡ് റെയിൽസ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലുള്ള ആ കൈപ്പിടികള് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോക്ക് ചെയ്ത് വെക്കണം. ഇനി മെഡിറ്റേഷന്റെ കാര്യമാണ്. ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക് ദ മെഡിറ്റേഷൻ റിലേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്, ലേബൽ, പേഷ്യന്റ് ഐഡന്റിറ്റി. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരു മെഡിസിൻ കൊടുക്കുന്ന സമയത്ത്? ഒന്നിൽ കൂടുതൽ ചെക്ക്, ഡബിൾ ചെക്ക് ചെയ്യണം. മെഡിറ്റേഷൻസ് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, ആ ലേബൽ ഒന്ന് ചെക്ക് ചെയ്യണം. പേഷ്യന്റ് ഐഡന്റിറ്റി, ആ പേഷ്യന്റിനോട് തന്നെയാണ് നമ്മൾ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം. നെക്സ്റ്റ് ലേബലിംഗ് ആണ്. ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. നമ്മൾ എല്ലാ ബോട്ടിൽസിലും കണ്ടെയ്നേഴ്സിലും ലേബൽ ചെയ്യണം, പേര് എഴുതിയിരിക്കണം. കീപ് ദ മെഡിസിൻസ് സപ്ലൈ ലോക്ക്ഡ്. നമ്മൾ എപ്പോഴും എന്താണ് ഓർ നമ്മളുടെ മെഡിസിൻസ് ഒക്കെ നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് വെക്കണം. കീപ് വാർണിംഗ് സൈൻസ്. ഓക്കെ, ഈ വാർണിംഗ് വേണ്ട, 2 വാർണിംഗ് വന്നിട്ടുണ്ട്, അതൊന്ന് കളഞ്ഞേക്ക്, ഒരു വാർണിംഗ് മതി. ഓക്കെ. വാർണിംഗ് സൈൻസ് എഗെയിൻസ്റ്റ് ടോക്സിക് സബ്സ്റ്റൻസ്. വിഷാംശമുള്ള വസ്തുക്കൾ ഉണ്ടാവില്ലേ, പോയിസൺസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അങ്ങനത്തെ സബ്സ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള വാർണിംഗ്സുകൾ പേഷ്യൻസിന് കൊടുക്കുകയും വേണം. കീപ് വാർണിംഗ് സൈൻസ് എഗെയിൻസ്റ്റ് ടോക്സിക് സബ്സ്റ്റൻസ്. ഒരു വാർണിംഗ് വെട്ടിക്കളഞ്ഞേക്കട്ടെ, അത് ഈ വാർണിംഗ് കളഞ്ഞേക്ക്.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് കെയറിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അടുത്താണ് സേഫ്റ്റി ഇൻ ട്രാഫിക് ആണ്. ട്രാഫിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പേഷ്യൻസിന് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യില്ലേ, ആ സമയത്ത് തടസ്സങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ സബിത, ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ റൗണ്ട് ചെയ്ത് പറയാം. സേഫ്റ്റി ഫുൾ എടുത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ റൗണ്ട് ചെയ്ത് പറയുമ്പോൾ പറയാം. നമ്മള് ഇനി സേഫ്റ്റി ഇൻ ട്രാഫിക് എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഇപ്പൊ ഒരു വാർഡിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പേഷ്യൻസിനെ മാറ്റാറുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇനി പറയുന്നത് കേട്ടാ. ഇതില് സേഫ്റ്റി ആക്കണം കേട്ടാ. SAFETY ആണ്. ഇവര് LY എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇതൊന്ന് TY എന്നാക്കണം കേട്ടോ. ഓക്കെ, സേഫ്റ്റി ഇൻ ട്രാഫിക്. വീൽ ബ്രേക്സ് യൂസ് ചെയ്യണം. നമ്മള് വീൽ ചെയറിലോ സ്ട്രെച്ചേഴ്സിലോ പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലോഡോ അൺലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മാറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, വീൽ ബ്രേക്സ് യൂസ് ചെയ്യാം. ലോക്കിംഗ് വീൽ ബ്രേക്സ് ടു ഷുവർ വീൽ ചെയർ ഓർ സ്ട്രെച്ചേഴ്സ്. ഇത് ഓർന്നാക്കാട്ടാ, ഇത് ഓർന്നാണ് കിടക്കുന്നത്, ഓർന്നാക്ക. സ്ട്രെച്ചേഴ്സ് ഇൻ ദ പ്ലേസ് ബിഫോർ ലോഡിംഗ് ഓർ അൺലോഡിംഗ് എ പേഷ്യന്റ്, അസിസ്റ്റിംഗ് എ പേഷ്യന്റ് ഓൺ ആൻഡ് ഓഫ് ദ ചെയർ. എന്ത് ചെയ്യാം, നമ്മള് അവര് ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലോഡ് ചെയ്യുന്ന സമയത്തും നമ്മള് എന്ത് ചെയ്യണം, വീൽ ചെയറും സ്ട്രെച്ചേഴ്സിലൊക്കെ വീൽ ബ്രേക്സുകൾ യൂസ് ചെയ്യാം. പേഷ്യൻസിനെ ചെയറിലേക്ക് ഇരുത്തുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് വീൽ ബ്രേക്സ് ഒക്കെ യൂസ് ചെയ്യാം. സേഫ്റ്റി ബെൽറ്റ് യൂസ് ചെയ്യണം. സേഫ്റ്റി ബെൽറ്റ് യൂസ്ഡ് സേഫ്റ്റി ബെൽറ്റ് ടു ബേസ്ഡ് ബെൽറ്റ് or side tail on stretchers to protect the patient from falling while transporting. എന്തിനാണ് നമ്മൾ ഈ സേഫ്റ്റി ബെൽറ്റ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞ സ്ട്രെച്ചേഴ്സിലൊക്കെ നമ്മൾ പേഷ്യൻസിനെ എന്ത് ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സേഫ്റ്റി ബെൽറ്റ് യൂസ് ചെയ്യാം. അത് സ്ട്രെച്ചറിൽ നിന്ന് വീണ് പോകാതിരിക്കാൻ പേഷ്യന്റ് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റി ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. കാർട്ട്, സ്റ്റീൽ ചെയർ, സ്ട്രെച്ചേഴ്സ്. അത് കാർട്ട് ഉദ്ദേശിക്കുന്നത് പുഷ് കാർട്ടാണ്, പുഷ് ചെയ്യണ അങ്ങനത്തെ കാർട്ടുകൾ, വണ്ടികള്. അതേപോലെ സ്റ്റീൽ ചെയേഴ്സ്, അതേപോലെ സ്ട്രെച്ചേഴ്സ്. സ്ലോലി വാച്ച് യുവർ വേ ഹെഡ് ഓഫ് യു. ഇതേപോലെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പതുക്കെ നമ്മൾ അത് ശ്രദ്ധിക്കണം. കാരണം അവർ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ടച്ച് ഒന്നും ചെയ്യാത്ത രീതിയിൽ വേണം അത് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കടത്തി വിടാനായിട്ട്. ഇനി അടുത്താണ് റാംസ്. Control the stretchers and wheelchair from lower side. നമ്മള് ഇപ്പോ നമ്മള് എന്താണ് ഉയരത്തിലേക്ക് കയറ്റാണെങ്കിൽ, സ്റ്റെയർ ഒക്കെ പോലെ കയറ്റാണെങ്കിൽ നമ്മൾ താഴത്തു നിന്നാണ് ഈ സ്ട്രെച്ചർ ആവട്ടെ വീൽ ചെയർ ആവട്ടെ കൺട്രോൾ ചെയ്യേണ്ടത്. ബൈ ഗോയിങ് അപ്പ് ഓർ ഡൗൺ എ റാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ താഴത്തോട്ട് പോകുമ്പോൾ ലോവർ സൈഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടത്. ഇനി സ്വിംഗിങ് ഡോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകുന്ന ഡോറുകൾ ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ടേക്ക് ദ വെഹിക്കിൾ ത്രൂ സ്വിംഗിങ് ഡോർസ്, നെവർ റാം ത്രൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വാതിലിലൂടെ നമ്മളത് സ്ട്രെച്ചേഴ്സ് ഒന്നും കടത്തി വിടാതിരിക്കാൻ നോക്കുക. ഈ ഓട്ടോമാറ്റിക്കലി എന്താവുന്ന ഡോറുകൾ, ക്ലോസ് ആവുന്ന ഡോറുകൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. എലിവേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ലിഫ്റ്റ് തന്നെ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ എലിവേറ്റർ വഴി വീൽ ചെയറും അതേപോലെ സ്ട്രെച്ചേഴ്സ് ഒക്കെ കൊണ്ടുവരാണെങ്കിൽ നമ്മുടെ വീൽ ചെയറൊക്കെ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഫ്ലോറിലേക്ക് എത്തിയിട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവർ സേഫ് ആയിട്ട് എന്താണ് ഫ്ലോറിലേക്ക് വീൽ ചെയർ വന്നിട്ടുണ്ടെന്നൊക്കെ ശ്രദ്ധിക്കണം. ബിഫോർ എൻറ്ററിങ് ഓർ ലീവിംഗ് എ എലിവേറ്റർ വിത്ത് എ വീൽ ചെയർ ഓർ സ്ട്രെച്ചർ ഫ്ലോർ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വീൽ ചെയർ ആവട്ടെ എലിവേറ്റർ ആവട്ടെ എന്തായാലും ലിഫ്റ്റിന്റെ അകത്തേക്കായാലും പുറത്തേക്കായാലും കയറ്റാനായിട്ട് അല്ലെങ്കിൽ ഇറക്കാനായിട്ട്. The wheelchair is always back first. നമ്മള് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, വീൽ ചെയർ ഫസ്റ്റ് തന്നെ അവിടെ എന്ത് ചെയ്യണം, കയറ്റാനായിട്ട് ശ്രമിക്കണം. ഇനി ട്രാൻസ്പോർട്ടേഷൻ ആണ്.
ട്രാൻസ്പോർട്ട് ദ പേഷ്യൻസ് ഫീറ്റ് ഫസ്റ്റ്, ഹാവ് ആൻ അസിസ്റ്റ് ഗൈഡ് അറ്റ് ഫ്രണ്ട്. നമ്മൾ ആദ്യം തന്നെ പേഷ്യൻസിന്റെ ഫീറ്റ് നമ്മളത് കയറ്റാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം ട്രാൻസ്പോർട്ട് ചെയ്യാൻ. ഇനി പാർക്കിംഗ് ആണ്. നമ്മൾ പറഞ്ഞ വീൽ ചെയറും സ്ട്രെച്ചറൊക്കെ എന്താണ്, നമ്മൾ ഒരിക്കലും തടസ്സം വരുന്ന രീതിയിൽ പാർക്ക് ചെയ്യരുത്. ഒരു കോറിഡോറിന്റെ ഇടനാഴിയുടെ ഒരു സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പാർക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നടുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്നും ഇടാതിരിക്കുക. ഒരു വശത്തോട് ചേർന്ന് വരാന്തയിലേക്ക് ഒരു വശത്തോട് ചേർന്ന് പാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പാർക്ക് ദ വീൽ ചെയർ ഓർ സ്ട്രെച്ചസ് ഔട്ട് ഓഫ് ദ വേ ഓഫ് ട്രാഫിക് അറ്റ് വൺ സൈഡ് ഓഫ് കോറിഡോർ. ഒറ്റ സൈഡിലായിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുക, പാർക്ക് ചെയ്യുക. ഇനി സേഫ്റ്റി അഗെയിൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫെയിൽസ് ആണ് പറയുന്നത്. തള്ളി ട്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തള്ളി വീഴാൻ അല്ലെങ്കിൽ നമ്മൾ വീണ് പോകില്ലേ, തെന്നി വീഴൊക്കെ ചെയ്യില്ലേ, അതൊന്നും അങ്ങനൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇനി പറയുന്നത്. ഗ്യാദർ അപ്പ് ലിറ്റിൽ തിങ്സ്. നമ്മൾ എങ്ങനെയൊക്കെ തെന്നി വീഴുന്ന സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ തെന്നി വീഴും, നമ്മുടെ ഫ്ലോറിൽ എന്തെങ്കിലും ഇപ്പൊ ചെറിയ തിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചവിട്ടി തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഗ്യാദർ അപ്പ് ദ ലിറ്റിൽ തിങ്സ് ഓൺ ഫ്ലോർ. നമ്മൾ ഫ്ലോറിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ തിങ്സ് ഒക്കെ കിടക്കുകയാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ അത് കൊണ്ടുവന്നിടാം. എന്ന് വെച്ചാൽ ലൈക്ക് ബനാന പീൽ എന്ന് വെച്ചാല് പഴത്തുള്ളികള്, ഫ്ലവർ പീൽസ്, ഫ്ലവർ പെറ്റൽസ് എന്ന് വെച്ചാൽ പൂക്കളുടെ ഇതളുകള്, പെൻസിൽസ്. നിങ്ങൾ വിചാരിക്കും പെൻസിലൊക്കെ ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തെന്നി നമ്മൾ അങ്ങനെ വീഴും. ബ്രോക്കൺ ഗ്ലാസ് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അത് മാറ്റാം. കാരണം അതില് ചവിട്ടി നമ്മൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. Clean the liquid spill instantly, block off the area until it's cleaned. നമ്മൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലിക്വിഡ് താഴത്തേക്ക് പോയി, എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന വരെയെങ്കിലും ആ ഒരു ഏരിയ ക്ലോസ് ചെയ്ത് ബ്ലോക്ക് ചെയ്യാം, എന്നിട്ട് അത് ക്ലീൻ ചെയ്യാം. Keep drawers and cabinet door closed, especially door wall overhead mount cabinet. എന്താണ് പറയുന്നത്, നമ്മൾ ഡ്രോയേഴ്സ് ക്യാബിനറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ ഹോസ്പിറ്റൽസിലൊക്കെ ആവട്ടെ, നമ്മുടെ ടോപ്പിൽ മുകളിലായിട്ടുള്ള മൗണ്ട് ക്യാബിനറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഡ്രോയേഴ്സ് ഒക്കെ ക്ലോസ് ആണെന്ന് ഉറപ്പുവരുത്തുക. കാരണം ക്ലോസ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുനിഞ്ഞിട്ട് നിവരുന്ന സമയത്ത് നമ്മൾ തലയൊക്കെ പോയിട്ട് ഇടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ബിവെയർ ഓഫ് ഇലക്ട്രിക് കോഡ്. നമ്മള് ട്രിപ്പ് ആവാനുള്ള ചാൻസ്, ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഒക്കെ കുറച്ച് കുറയ്ക്കാനായിട്ട് നോക്കാം. ടു കളക്ട് യു മേ ഈസിലി ട്രിപ്പ്, പ്ലീസ് ദം ഔട്ട് ഓഫ് ദ വേ. ഇലക്ട്രിക് കോഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, സൂക്ഷിക്കുക. പിന്നെന്താണ്, ഡു നോട്ട് യൂസ് ഫിംഗേഴ്സ് ടു കളക്ട് ബ്രോക്കൺ ഗ്ലാസ്. നമ്മള് ഇപ്പൊ നമ്മുടെ അറിയാതെ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഫിംഗേഴ്സ് യൂസ് ചെയ്ത്, കൈ യൂസ് ചെയ്ത് കളക്ട് ചെയ്യാതെ ബ്രഷ്, അതിന് പകരം ബ്രഷ് ഒക്കെ യൂസ് ചെയ്ത് അത് കളക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മുറിവുകളൊന്നും സംഭവിക്കില്ല. യൂസ് എ ബ്രഷ് ഓർ പാൻ ഇൻസ്റ്റെഡ്. ടേക്ക് വൺ സ്റ്റെയർ അറ്റ് എ ടൈം. നമ്മളൊരു സ്റ്റെയർ, ഒരു സൈഡ് യൂസ് ചെയ്യാനായിട്ട് ഒറ്റ സമയത്ത് ഒരു സ്റ്റെയർ യൂസ് ചെയ്യാൻ നോക്കുക. ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽസ്. നമ്മള് കൈവരികളുണ്ടല്ലോ, നമ്മളിപ്പോ സ്റ്റെപ്പ് ഒക്കെ കയറുകയാണെങ്കിൽ കൈവരികളുള്ള സൈഡിൽ കൂടെ അത് പിടിച്ച് കയറാനായിട്ട് നോക്കുക. ബൈ വാക്കിംഗ് അപ്പ് ഓർ ഡൗൺ ദ സ്റ്റെയർ. നമ്മളത് മുകളിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കൈവരികൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നമ്മൾ തെന്നി വീഴുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പിടുത്തം കിട്ടും. Place the object carefully. Overhead object which are kept carelessly may drop and hurt the people. നമ്മള് ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, നമ്മള് എന്താ പറയാ, ഉയരത്തിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മുകളിൽ വെക്കുകയാണെങ്കിൽ ആ ഉയരത്തിലേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിച്ച് നല്ല കെയർഫുൾ ആയിട്ട്, ഇപ്പൊ നമ്മള് മുകളിലെ ഡ്രോയറിലൊക്കെ സാധനം എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലാകുമ്പോൾ കുറച്ച് എന്താ പറയാ, കുറച്ച് ശ്രദ്ധയോടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും എന്താ പറയാ ഇൻസ്ട്രുമെന്റ്സോ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ മുകളിൽ എടുത്ത് വെക്കാൻ നോക്കുക. അല്ലാത്ത പക്ഷം അതുപോലെ അതുവഴി അവര് മുറിവേൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം.
ഇനി സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഇലക്ട്രിക് ഗുഡ്സിന്റെ കാര്യം പറയുന്നത്, നമ്മൾ ഇലക്ട്രിക് അപ്ലയൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. പ്രിവെന്റ് വെറ്റ്നസ് നിയർ സ്വിച്ചസ്, വയറിംഗ് അപ്ലയൻസസ്. നമ്മള് എന്താണ് വെറ്റ്നസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മള് ഈർപ്പം പ്രിവെന്റ് ചെയ്യണം. നമ്മുടെ സ്വിച്ച് ബോർഡിന്റെ അടുത്തോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസസിന്റെ അടുത്തോ ഈർപ്പം അതേപോലെ വെള്ളം വീഴുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, തടയണം. പ്രൊട്ടക്ട് ദ കോഡ്, ഹീറ്റ് ആൻഡ് അബ്യൂസ് വിൽ ഡാമേജ് ഇലക്ട്രിക്കൽ ഇൻസുലേഷൻസ്. അപ്പൊ നമ്മള് ഈ പറഞ്ഞിട്ടുള്ള ഹീറ്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ, ഇനി ഈർപ്പമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസുലേഷന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കണം. നമ്മള് inspect the codes, plug, switch and outlets regularly to make sure that they are not damaged. നമ്മുടെ പ്ലഗുകളും നമ്മുടെ കോഡുകളും സ്വിച്ചുകളും അതേപോലെ ഔട്ട്ലെറ്റ്സ് ഒക്കെ പുറത്തേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അവിടെ വേറെ ഡാമേജ് ഒന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, എല്ലാം പ്രോപ്പർ ആയിട്ടാണ് പോണെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തണം. റിപ്പോർട്ട് ഇലക്ട്രിക് ഫോൾട്ട്. ഇനി എന്തെങ്കിലും ഇലക്ട്രിക് ഫോൾട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്കോ ഓവർ ഹീറ്റിങ്ങോ സ്പാർക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഷോക്ക് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മളത് മെയിൻറ്റെയിനിങ് ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ മെയിൻ്റെനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് എത്രയും പെട്ടെന്ന് അർജന്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് ശരിയാക്കിയും വേണം. റിപ്പോർട്ട് ഇലക്ട്രിക് ഫോൾട്ട് ഇൻസ്റ്റന്റ്ലി is more shock, overheating, sparking or noise is an urgent warning. ഇത്രയും കാര്യങ്ങളൊക്കെ വരെയാണെങ്കിൽ നമ്മൾ അർജന്റ് വാർണിംഗ് ഒക്കെ കൊടുക്കേണ്ടിയിരുന്നു. ഡു നോട്ട് യൂസ് ആൻ ഇലക്ട്രിക് ഔട്ട്ലെറ്റ് when the plug does not fit accurately. നമുക്കൊരു പ്ലഗ് കുത്താനായിട്ട് പറ്റുന്നില്ല, ആ ഒരു സ്വിച്ചിൽ കറക്റ്റ് ആയിട്ട് ആ പ്ലഗ് എന്താവുന്നില്ല, ഫിറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മൾ ഔട്ട്ലെറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്ലെറ്റ് ചേഞ്ച് ചെയ്യണം. അല്ലാതെ നമ്മൾ കുറച്ച് ബലം പ്രയോഗിച്ച് ആ ഒരു സ്വിച്ച് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ഔട്ട്ലെറ്റ് തന്നെ പ്ലഗ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെൻ കണക്ടിങ് ആൻഡ് ഡിസ്കണക്ടിങ് എക്യുപ്മെന്റ്സ്, നമ്മളൊരു എക്യുപ്മെന്റ് കണക്ട് ചെയ്യുമ്പോഴും ഡിസ്കണക്ട് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു സ്വിച്ച് ബോർഡിലെ സ്വിച്ചില് എപ്പോഴും ഓഫ് പൊസിഷനിൽ വെക്കണം. When connecting and disconnecting equipments, turn the switch on or off switches. നമ്മൾ ആ ഓൺ ആയാലും ഓഫ് ആയ സ്വിച്ചസും എപ്പോഴും എന്ത് പൊസിഷനിൽ വെക്കണം, ഓഫ് പൊസിഷനിലാക്കിയിട്ട് വേണം നമ്മൾ അത് എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഈ പറഞ്ഞ എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി മേക്ക് ഷുവർ ദാറ്റ് ദ എക്യുപ്മെന്റ് ഈസ് പ്രോപ്പർലി ഗ്രൗണ്ടഡ്. നമ്മുടെ എക്യുപ്മെന്റ്സ് നമ്മൾ നിലത്ത് ഉറച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. 3 വയർ ഗ്രൗണ്ട് പ്ലഗ്, നമ്മൾ ഒരു പ്ലഗ് കണ്ടിട്ടില്ലേ, 3 വയേർഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് പ്ലഗ്, ആ ഒരു പ്ലഗ് യൂസ് ചെയ്യണം. ഈ ഗുഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതേപോലെ തന്നെ കീപ് വയർ ലാംപ്സ് ഫ്രീ ഫ്രം കോൺടാക്ട് വിത്ത് കർട്ടൻ, ഫർണിച്ചർ, പാക്കിംഗ് മെറ്റീരിയൽസ്. നമ്മൾ വയറും അതേപോലെ തന്നെ ലാമ്പുകളൊക്കെ ഉണ്ടാവില്ല, അതേപോലെ സ്വിച്ച് ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് വെക്കാനായിട്ട് നോക്കണം. കർട്ടൻ, ഫർണിച്ചർ, പാക്കിംഗ് മെറ്റീരിയൽ. കാരണം എങ്ങാനും എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വരാണെങ്കിൽ ഈ കർട്ടനുമേക്കൊക്കെ പെട്ടെന്ന് തീ പടരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. Do not use any portable electrical equipments till the engineering department check it for safety. നമ്മള് സേഫ്റ്റി ചെക്ക് ചെയ്യാതെ ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സും എന്ത് ചെയ്യാൻ പാടില്ല, പോർട്ടബിൾ ആക്കാൻ പാടില്ല. ഒരു മിനിറ്റ് ഇതാ. നോക്കാം. ഡു നോട്ട് യൂസ് പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവില്ല. പോർട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് നമ്മുടെ ഹോസ്പിറ്റലിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്ത് അത് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സുരക്ഷയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്.
കുറച്ച് സേഫ്റ്റി റൂൾസ് ഇൻ പേഴ്സണൽസ് പറഞ്ഞു. അത് എന്തൊക്കെയായിരുന്നു അതില്? റൈറ്റ് വേ ടു ഡു എ ജോബ്, അതേപോലെ നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി, വെൻ എവർ ദർ ഇസ് ഡൗട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പർവൈസറിനോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ മെഷീൻസും എക്യുപ്മെന്റ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. എന്തെങ്കിലും ഫോൾട്ട് നമ്മൾക്ക് എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്നതിനും നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ പറയുക, കുറെ പിന്നെ ഫിസിക്കലിയും നമ്മൾ ജോബ് ചെയ്യുകയാണെങ്കിൽ ഫിസിക്കലിയും ഇമോഷണലി ഫിറ്റ് ആയിരിക്കണം. ആൽക്കഹോൾ ഒന്നും കഴിക്കാൻ പാടില്ല. നമ്മൾ പേഴ്സണൽ ഹൈജീനിക് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഡിസീസ് ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിനോട് അത് റിപ്പോർട്ട് ചെയ്യണം. അതേപോലെ നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആയിട്ട് കോപ്പറേറ്റ് ചെയ്ത് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അവർ പറയുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യണം. നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂണിഫോംസും ക്ലോത്തും വിയർ ചെയ്യണം. അതേപോലെ നമ്മൾ എക്യുപ്മെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത്, ഓടാൻ പാടില്ല. അതേപോലെ ഫോറിൻ മെറ്റീരിയൽസ്, വയറ്, ഓയിലൊക്കെ സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ആക്സിഡന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ പെരുമാറാൻ. ഈ പറഞ്ഞിട്ടുള്ള ഫയർ, ആസിഡ്, വാട്ടർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും തമാശ ഒന്നും കാണിക്കരുത്. വാർണിംഗ് ബോർഡ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. വർക്ക് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഹാൻഡ് റീൽസ് എന്ന് വെച്ചാൽ കൈവരികൾ നമ്മൾ യൂസ് ചെയ്യുക. സ്റ്റെയർവേ, നമ്മൾ സ്റ്റെയർ ഒക്കെ കയറുമ്പോൾ കൈവരികൾ കൂടുതൽ യൂസ് ചെയ്യുക. നമ്മളൊരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് എന്തെങ്കിലും ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് നല്ല ലാഡർ യൂസ് ചെയ്ത് ആ ഒബ്ജക്റ്റ് എടുക്കാൻ നോക്കാം. അല്ലാതെ ബോക്സോ ചെയറോ ഒക്കെ യൂസ് ചെയ്ത് എടുക്കാതിരിക്കാം. ദെൻ സേഫ്റ്റി പേഷ്യന്റ് കെയർ ആണ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ പേഷ്യന്റ് വീണ് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ പേഷ്യന്റ് ചിലപ്പോ എല്ലാ പേഷ്യൻസും ചില പേഷ്യന്റ് ഭയങ്കര വീക്ക് ആയിരിക്കും. ഫെഡബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലഹീനത ആയവരുണ്ടാവും. ഡിസ്ഓറിയന്റഡ് എന്ന് വെച്ചാൽ ദിശാബോധം ഇല്ലാത്തവര്, ചിലപ്പോൾ അൺകോൺഷ്യസ് ആയിട്ടുള്ളവര്, ഒരുപാട് പ്രായമൊക്കെ ചെന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതേപോലെ അവർക്ക് ഒരാളുടെ സഹായം ഇല്ലാണ്ട് എഴുന്നേൽക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ബെഡിൽ നിന്ന് വീണ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ പേഷ്യൻസിന് അസിസ്റ്റൻസ് ആവശ്യമാണെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ട് അത് അവർക്ക് എന്താ നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കുക, സഹായം കൊടുക്കുക. അതേപോലെ പേഷ്യൻസിന്റെ ബിലോങ്നെസ് ഒക്കെ അവരുടെ കയ്യെത്തുന്ന ഒരു സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേഴ്സ് കോൾ ബെല്ല് എന്ത് ചെയ്യാൻ പ്രസ് ചെയ്യാനായിട്ട് പറയാം. അതേപോലെ നമ്മൾ ബെഡിന്റെ ചുറ്റും എന്തുണ്ട്? കൈപ്പിടികളുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അൺകോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സെഡേഷനോ ഒക്കെ കൊടുത്തിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് രണ്ട് സൈഡിലെ ബെഡിലെ കൈപ്പിടികൾ കറക്റ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കണം. പിന്നെ എന്താണ്? മെഡിറ്റേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മളത് 2 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടൊക്കെ വേണം കൊടുക്കാൻ. ഇൻസ്ട്രക്ഷൻസും ലേബൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം. ഇനി നമ്മള് ബോട്ടിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ അത് ലേബൽ ചെയ്യണം. പിന്നെന്താണ്? മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കണം. വാർണിംഗ് സൈൻസ് കൊടുക്കണം. ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള വാർണിംഗ് സൈൻസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ദെൻ സേഫ്റ്റി ഇൻ ട്രാഫിക് ആണ് പിന്നെ പറഞ്ഞത്. സേഫ്റ്റി ഇൻ ട്രാഫിക് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രെച്ചറിലോ വീൽ ചെയറിലോ മാറ്റുമ്പോൾ നമ്മൾ വീൽ ബ്രേക്സ് യൂസ് ചെയ്യുക, സേഫ്റ്റി ബെൽറ്റ് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മള് എന്താണ്? സ്ട്രെച്ചേഴ്സിലും വീൽ ചെയറിലും പേഷ്യൻസിന് മാറ്റുമ്പോൾ ഇപ്പം എന്താണ്? നമ്മള് സ്റ്റെയർ ഒക്കെ കയറുകയാണെങ്കിൽ ലോവർ സൈഡിൽ നിന്നാണ് നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത്? കൺട്രോൾ ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ ഈ സ്ട്രെച്ചേഴ്സും വീൽ ചെയറും ഒക്കെ സ്വിംഗിങ് ഡോർ വഴി കൊണ്ടുവരാൻ, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്ന ഡോർ വഴി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. ഇനി എലിവേറ്ററിൽ വീൽ ചെയറും അതേപോലെ തന്നെ സ്ട്രെച്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ഫ്ലോർ എത്തി എന്ന് ഉറപ്പൊക്കെ വരുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് വീൽ ചെയർ പുറത്തേക്ക് എടുക്കാനും അതേപോലെ അകത്തോട്ട് കയറ്റാനും ഒക്കെ ചെയ്യേണ്ടത്. അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. ഈ വീൽ ചെയർ അതേപോലെ തന്നെ സ്ട്രെച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട്. ട്രാഫിക് ഒന്നും വരുത്താത്ത രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട് പാർക്ക് ചെയ്യാനായിട്ട്. ഇനി
ട്രിപ്പ് ആവാനുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ വീഴാനോ അല്ലെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് ഒക്കെ ഒഴിവാക്കണം. അതിനെ കുറിച്ചിട്ട് പറഞ്ഞത് ഗ്യാദർ അപ്പ് ലിറ്റിൽ തിങ്സ്, എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ, ബനാന പീസ്, ഫ്ലവർ, പെൻസിൽ, അങ്ങനെ എന്തെങ്കിലും ബ്രോക്കൺ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് അവിടെ ഇടാം. ഇനി എന്തെങ്കിലും ലിക്വിഡ് ഒക്കെ സ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിലോ ഓയിലോ മറ്റെന്തെങ്കിലും ലിക്വിഡ് ഫ്ലോറിൽ വീണിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക. ഇനി നമ്മുടെ ക്യാബിനറ്റ് അതേപോലെ ഡ്രോയേഴ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്യുക. അതേപോലെ മൗണ്ട് ക്യാബിനറ്റ് ഡോറുകൾ ഉണ്ട്, നമുക്ക് തലയ്ക്ക് മുകളിലായിട്ട് നമ്മൾ ക്യാബിനറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഡ്രോയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കാം, ലോക്ക് ആണെന്ന് ഉറപ്പുവരുത്താം. ഇനി ഇലക്ട്രിക് കോഡ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ബ്രോക്കൺ ആയിട്ടുള്ള ഗ്ലാസ്സുകൾ കൈകൊണ്ട് എടുക്കാൻ പാടില്ല. നമ്മൾ സ്റ്റെയർ കയറുമ്പോൾ എപ്പോഴും ഹാൻഡിലുള്ള സൈഡിൽ കൂടെ കയറാൻ നോക്കുക, കൈ വരെയുള്ള സൈഡിൽ കൂടെ. അതേപോലെ പറഞ്ഞത് ഓവർ ഹെഡിന്റെ കാര്യമാണ്. ഓവർ ഹെഡ് ഒക്കെ വെക്കുമ്പോഴും എടുക്കുമ്പോഴും കെയർഫുൾ ആയിരിക്കണം, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇലക്ട്രിക് സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ് പറഞ്ഞു. നമ്മള് വെറ്റ്നെസ്, ഈർപ്പം, ഈ സ്വിച്ചിന്റെ അടുത്തൊന്നും ഇലക്ട്രിക്കൽ അപ്ലയൻസിന്റെ അടുത്തൊന്നും ഈ ഈർപ്പം മാക്സിമം അവോയ്ഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡാമേജസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ പ്ലഗും സ്വിച്ചും ഒക്കെ ഇടുന്ന സമയത്ത് അത് ഇൻസ്പെക്ട് ചെയ്യുക, ചെക്ക് ചെയ്യുക, അത് വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് ഇടയ്ക്ക് എഞ്ചിനീയറിംഗ് റിപ്പയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ആള് വന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും. പിന്നെ റിപ്പോർട്ട് ഇലക്ട്രിക് ഫോൾട്ട്, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ട്, ഓവർ ഹീറ്റിംഗ് അതേപോലെ ഷോക്ക് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാം. അതേപോലെ ഇലക്ട്രിക് ഔട്ട്ലെറ്റിലൊക്കെ ഫിറ്റ് ആവാത്ത പ്ലഗുകൾ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കിയത്, പ്ലഗ് ചെയ്യാനായിട്ട് നോക്കിയത്. ഇനി നമ്മളൊരു മെഷീൻ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്യുമ്പോഴോ ഡിസ്കണക്ട് ചെയ്യുമ്പോഴോ നമ്മുടെ സ്വിച്ച് ഓഫ് പൊസിഷൻ ആണെന്ന് ഉറപ്പുവരുത്താം. അതേപോലെ നമ്മുടെ എക്യുപ്മെന്റ്സ് പ്രോപ്പർലി ഗ്രൗണ്ട് വെച്ചാൽ നമ്മള് ഫ്ലോറിൽ വെച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എക്യുപ്മെന്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്ലഗും ഇത് സ്വിച്ചിന്റെ ഒക്കെ അടുത്ത് നിന്ന് ഈ കർട്ടൻസ്, ഫർണിച്ചർ, പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ കുറച്ച് മാറ്റി ഫ്രീ ആക്കി വെക്കാൻ ശ്രമിക്കണം. ഈ പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്ത് സേഫ്റ്റി ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും ഈ സേഫ്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതും ഈ ക്ലാസ്സിൽ എടുത്തതും ഞാൻ ഒന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. സബിത, മോന് മനസ്സിലായാടാ? ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. സബിത, ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ കേട്ടോ, ബാക്കിയുള്ളവരൊന്ന് വേഗം വായിച്ചു നോക്കിയേ.
വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് മെസ്സേജ് അയക്കണോണ്ട് എല്ലാവരും. എടാ ബലഹീനത എന്താ മീനിങ്? ബലഹീനത എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ എല്ലാവരും? ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലാലോ? സിമ്പിൾ അല്ലേ, വായിച്ച് പോകാനുള്ളതല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ സെക്യൂരിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽസിലെ സുരക്ഷയെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഹൗ ദ ഹോസ്പിറ്റൽ സഫർ ലോസ്. എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റൽസിൽ നഷ്ടം സംഭവിക്കുന്നത് എന്നാണ് ഫസ്റ്റ് പറയുന്നത്. ആദ്യം പറയുന്നത് എംപ്ലേസ്മെന്റ് ആണ്. എംപ്ലേസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ സംഭവിക്കാം. പിന്നെ പ്രിഫറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഷണങ്ങള് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെന്താണ് കിക്ക് ബാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കൈക്കൂലികളാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കൊളീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തുകളികള്. പിന്നെ എക്യുപ്മെന്റ് തെഫ്റ്റ്. എക്യുപ്മെന്റ് തെഫ്റ്റ് എന്താണ്? അവിടുത്തെ ഹോസ്പിറ്റലിനകത്തുള്ള എക്യുപ്മെന്റ്സ് ഉപകരണങ്ങൾ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? മോഷണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. നമ്മൾ ഹോസ്പിറ്റൽസിലെ സ്റ്റാഫിന്റെ ആവട്ടെ, അവിടെ ട്രീറ്റ്മെന്റിൽ വരുന്ന പേഷ്യൻസിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്യാനുള്ള മോഷണം പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പേറോൾ ഫ്രോഡ് ആണ്. പേറോൾ ഫ്രോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശമ്പള തട്ടിപ്പാണ് കേട്ടോ. എന്താണ് പേറോൾ ഫ്രോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശമ്പള തട്ടിപ്പാണ്. നമ്മളിപ്പോ പഞ്ചിങ് ടൈമും അതേപോലെ അങ്ങനത്തെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശമ്പളം മോഷ്ടിക്കുകയാണ്. Theft that include fraud in purchasing the time clock. പഞ്ചിങ് ടൈം ക്ലോക്ക്, പർച്ചേസിംഗ് അല്ല, സോറി മിസ്റ്റേക്ക് ആണ്. പഞ്ചിങ് ടൈം ക്ലോക്ക്, നമ്മൾ പഞ്ചിങ്ങിന്റെ ടൈമിന്റെ ഒക്കെ കാര്യത്തിൽ ചെറിയ ഫ്രോഡൊക്കെ കാണിച്ച് ശമ്പളം തട്ടും. അതാണ് പേറോൾ ഫ്രോഡ് ആൻഡ് തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്യാഷ് തെഫ്റ്റ് ആണ്. ഈ പൈസ മോഷണമാണ് പറയുന്നത്. ദാറ്റ് ഇൻവോൾവ് ദ മെയിൻ കാഷ്യർ. ക്യാഷ് തെഫ്റ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് വരുന്നത് മെയിൻ കാഷ്യർ, സബ്സിഡിയറി കാഷ്യർ. ഇനി കഫറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണശാല ഉണ്ടാവില്ലേ, ക്യാൻറ്റീനൊക്കെ. അപ്പൊ ക്യാൻറ്റീനിലേക്ക് കാഷ്യർ ആണ് മെയിൻ ആയിട്ട് ക്യാഷ് തെഫ്റ്റ് ചെയ്യാറ്. പിന്നെ ഫ്രോഡ് ആൻഡ് പ്രാക്ടീസ് ഇൻ പർച്ചേസിങ്, റിസീവിങ് ആൻഡ് സ്റ്റോറിങ്. അതേപോലെ ഫ്രോഡ്ലന്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ, ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള സപ്ലൈസ് പർച്ചേസ് ചെയ്യും, റിസീവ് ചെയ്യും, സ്റ്റോർ ചെയ്യും. പിന്നെ ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്, റെക്കോർഡ്, ബില്ലിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. എന്താണ് നമ്മുടെ രജിസ്റ്റേഴ്സിൽ
ഒക്കെ തട്ടിപ്പ് കാണിക്കുക, റെക്കോർഡില് ബില്ലിലൊക്കെ ചെറിയ ചെറിയ തട്ടിപ്പുകളൊക്കെ കാണിക്കുക, പിന്നെ കമ്പ്യൂട്ടർ ഫ്രോഡൊക്കെ കാണിക്കുക. ഇത്രയും രീതിയിലാണ് സാധാരണയായിട്ട് ഹോസ്പിറ്റൽസിൽ എന്ത് വരുന്നത്, നഷ്ടങ്ങൾ വരുന്നത്, ലോസ് സഫർ ചെയ്തായി വരുന്നത്. ഇനി മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഫിസിക്കൽ സെക്യൂരിറ്റിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ ഫ്രം intrusion from the outside and illegal movement of goods from within. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അതിക്രമിച്ചുകൊണ്ട് പുറത്തുനിന്ന് നമ്മുടെ അനുമതി ഇല്ലാതെ ആൾക്കാർ വന്നിട്ട് അനധികൃതമായിട്ട് എന്ത് ചെയ്യുന്നു, ഗുഡ്സ് വിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റൽസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ചില നല്ല വലിയ ഹോസ്പിറ്റൽസിലൊക്കെ അത് ശരിക്കും പ്രൊഹിബിറ്റഡ് ആണ്. എന്നിരുന്നാൽ പോലും ചില ഹോസ്പിറ്റലൊക്കെ പുറത്തുനിന്ന് ഈ കച്ചവടക്കാര് വെൻഡേഴ്സ് ഒക്കെ വരാറുണ്ട്, സാധനങ്ങളൊക്കെ അവർ വെക്കാനൊക്കെ ശ്രമിക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യണം. പിന്നെ കൺട്രോൾ ദ ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ്, ഇതേപോലത്തെ ആൾക്കാരെ ഹ്യൂമൻ ട്രാഫിക്, അതേപോലെ ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കൺട്രോൾ ചെയ്യും. ഇനി താഴെ പറയുന്ന ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താഴെ പറയുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സുകൾ കൊടുക്കാറുണ്ട്. ഹോസ്പിറ്റൽസിലെ സ്റ്റാഫുകൾക്കാവട്ടെ, പേഷ്യൻസിനെ കാണാൻ വരുന്ന പേഷ്യൻസിന്റെ വിസിറ്റേഴ്സിനും, അതേപോലെ തന്നെ വെൻഡേഴ്സിനും, അതേപോലെ സെയിൽസ് പേഴ്സൺസിന്, ഡെലിവറി പീപ്പിൾസിന്, കോൺട്രാക്ടേഴ്സിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിസ്റ്റും നമ്മൾ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് പോയിന്റ്സും കൊടുക്കാറുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഈ സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിസ്റ്റ് പോയിന്റ്സിൽ നമ്മൾ ഇവരുടെ ഐഡിയ ഒക്കെ ചെക്ക് ചെയ്ത് ഐഡന്റിഫൈ, scrutinize and guide the non-patient and non-visitors traffic such as vendors at control gate. ഇവിടെ എന്താ പറയണെന്ന് വെച്ചാൽ, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ അല്ലാത്തവര് നമ്മൾ ആ എൻട്രി ഗേറ്റിൽ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, കൺട്രോൾ ചെയ്യാം, നമ്മൾ കയറ്റി വിടാതിരിക്കാം. പ്രൊഹിബിറ്റ് pedestrian traffic through unloading dock, receiving area, mock assist and truck gate. നമ്മള് കാൽനട യാത്ര ഏത് വഴി കുറച്ച് തടയാണ്. എവിടെ ഉള്ളത്? അൺലോഡിങ് ഡോക്കുകൾ ഉണ്ടാവില്ലേ, നമ്മള് വാഹനത്തിലേക്ക് ഗുഡ്സ് കയറ്റി ഇറക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങള്, അതേപോലെ ഇത് റിസീവ് ചെയ്യുന്ന സ്ഥലങ്ങള്. മോർക്ക് അസിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർച്ചറി അസിസ്റ്റ് ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ മോർച്ചറി കൂടെ എന്താ മാത്രം ഡെഡ് ബോഡീസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ട്രക്ക് ഗേറ്റ്സിൽ കൂടെ ഒന്നും കാൽനട യാത്രക്കാരെ നടത്താതിരിക്കാം. കൺട്രോൾ ദ വെഹിക്കിൾ ലൈക്ക് ഡെലിവറി ട്രക്ക് എക്സെട്ര. ചെക്ക് ഔട്ട് ഗോയിങ് വെഹിക്കിൾസ്, നമ്മുടെ ഡെലിവറി ട്രക്സ് ഒക്കെ കൺട്രോൾ ചെയ്യാം. അതേപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെഹിക്കിൾസ് ഒക്കെ ചെക്ക് ചെയ്യാം. ഇലക്ട്രോണിക് സർവേനസ്, സ്ട്രാറ്റജിക്സ് ആൻഡ് സെൻസിറ്റീവ് ഏരിയ, നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, CCTVയുടെ നിരീക്ഷണത്തിന് കീഴിൽ കൊണ്ടുവരാം. ഇൻസ്റ്റോൾ ലോക്കിംഗ് ഡിവൈസ് ആൻഡ് അലാം സിസ്റ്റം. നോക്കട്ടെ ഒരു മിനിറ്റ്. നമ്മള് ഇൻസ്റ്റോൾ ലോക്കിംഗ് ഡിവൈസ് ആൻഡ് അലാം സിസ്റ്റം. നമ്മുടെ ഹോസ്പിറ്റലിലെ ലോക്കിംഗ് ഡിവൈസുകളും അലാം സിസ്റ്റംസ്, അതിലേക്ക് എൻട്രി ഇല്ലാത്ത ആരും എന്ത് ചെയ്യാൻ പാടില്ലാത്തതും നമ്മുടെ ലോക്കിംഗ് ഡിവൈസുകളും അലാം സിസ്റ്റവും ഒക്കെ ഇൻസ്റ്റോൾ ചെയ്യാം. ഇഷ്യൂ വിസിറ്റേഴ്സ് പാസ്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ കാണാൻ വരുന്ന വിസിറ്റേഴ്സിന് പാസ് അനുവദിക്കാം. പ്രൊസീജിയർ ഫോർ procedure for and control over the issue key. നമുക്ക് ഓതറൈസേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്യാം, കീ ഒക്കെ ഇഷ്യൂ ചെയ്യാം. ലോക്കർ ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ്സ് ഫോർ സ്റ്റാഫ് അഗെയിൻസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. ഇനി നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ലോക്കേഴ്സും അതേപോലെ തന്നെ ലോക്കബിൾ ക്യാബിനറ്റ്സും പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റുകളൊക്കെ കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പ്രൊവിഷൻ ഓഫ് എ സേഫ്
സേഫ് ഫോർ പേഷ്യന്റ് വാല്യുബിൾസ്. നമ്മള് പേഷ്യൻസിന്റെ വാല്യുബിൾസ് സൂക്ഷിക്കാനുള്ള രീതിയിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കൊടുക്കുക. സെക്യൂർഡ് ക്യാബിൻ ഫോർ കാഷ്യർ വിത്ത് പാനിക് ബട്ടൺ. നമ്മള് ഹോസ്പിറ്റലില് കാഷ്യർ ഉണ്ടാവുമല്ലോ, ക്യാബിൻ ഉണ്ടാവും. കാഷ്യറിന്റെ ക്യാബിനില് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാബിൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പാനിക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ ക്യാബിന്റെ അകത്ത് തന്നെ ഒരു പാനിക് ബട്ടൺ. അപ്പൊ തന്നെ സെക്യൂരിറ്റിക്ക് ആ ഒരു ഇൻഫർമേഷൻ പോകും. സെക്യൂരിറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ആരെങ്കിലും തട്ടിയെടുക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ പാനിക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് അമർത്താനായിട്ട് പറ്റും. പ്രൊവൈഡ് റോൾ അപ്പ് ഷട്ടേഴ്സ് ഓർ ഗ്രിൽസ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസ് ഫോർ നൈറ്റ് ടൈം പ്രൊട്ടക്ഷൻ. നമ്മുടെ നൈറ്റ് ടൈം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് റോൾ അപ്പ് ആയിട്ടുള്ള ഷട്ടേഴ്സ് അതേപോലെ ഗ്രിൽസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ സെക്യൂരിറ്റിയുടെ കാര്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ആണ്. ഒരു മിനിറ്റ് നിങ്ങൾ വായിക്കട്ടോ, ഇപ്പൊ എടുത്തില്ലേ, അതൊന്ന് വായിച്ചേ. ഹൗ ദ ഹോസ്പിറ്റൽ സഫർ ലോസ് മുതൽ നമ്മളിപ്പോ പറഞ്ഞ എന്താണ് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, ഫിസിക്കൽ സെക്യൂരിറ്റി വരെ ലാസ്റ്റ് പോയിന്റ് വരെ ഒന്ന് വായിച്ചു നോക്കിയാൽ അവിടെ. അത് പ്രത്യേകിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഷണം തന്നെയാണ് കേട്ടോ. ഒരു മിനിറ്റ്, മോഷണം എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. മോഷണം കേട്ടോ. വെൻഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരാണ്. നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ കച്ചവടത്തിന് വേണ്ടി വരുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനത്തെ കച്ചവടക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഗേറ്റിലെ വെച്ചുകൊണ്ട് നമ്മൾ തടയാനായിട്ട് ശ്രമിക്കണം.
പിൽഫറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഷണം എന്നാണ് മീനിങ്. മോഷണം ഹോസ്പിറ്റലില് ചെറിയ ചെറിയ മോഷണങ്ങള്, എക്യുപ്മെന്റ്സ് ആവട്ടെ, അവിടുത്തെ മെഡിസിൻസ് ആവട്ടെ, കുറെ മോഷണങ്ങൾ ഉണ്ടാവും. എല്ലാ മോഷണത്തിന് ആ ഒരു മീനിങ് വന്നിട്ടാണ് സാമ്പത്തിക തട്ടിപ്പ്, മോഷണം. ഓക്കെ, വായിച്ചാലും ക്ലിയർ അല്ലേ? ഇനി മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ആണ് പറയുന്നത്. ഇത് പറയുന്നതാണ് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഓഫ് ഫിസിക്കൽ സെക്യൂരിറ്റി ആണ്. ശാരീരികപരമായിട്ടുള്ള സുരക്ഷയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ആരെങ്കിലും ഇങ്ങനെ കടമകയറ്റങ്ങളോ മറ്റെന്തെങ്കിലും നമ്മുടെ പൈസ മോഷണം അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി പ്രൊസീജിയർ സെക്യൂരിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഓഫ് പ്രൊസീജിയർ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ നടപടിക്രമങ്ങളുടെ സുരക്ഷ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നടപടിക്രമങ്ങൾ നല്ല രീതിയിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു എക്സ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എന്താണ്? സർവീസ് റൂൾസ് ആൻഡ് സർവീസ് റൂൾസ് എക്സ്റ്റാബ്ലിഷ് ചെയ്യണം. നമ്മുടെ ഒരു ഹോസ്പിറ്റൽസിൽ കറക്റ്റ് ആയിട്ടുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാം. ഫോളോ ചെയ്യുന്ന റൂൾസും റെഗുലേഷൻസും എക്സ്റ്റാബ്ലിഷ് ചെയ്യാം. നമ്മളിത് എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അത് അവിടുത്തെ എംപ്ലോയീസിനോട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എക്സ്റ്റാബ്ലിഷ് സർവീസ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദം ടു ഓൾ എംപ്ലോയീസ്. നമ്മുടെ എംപ്ലോയീസിനോട് എല്ലാവരോടും നമ്മൾ ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി എക്സ്റ്റാബ്ലിഷ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പോളിസീസും പ്രൊസീജിയേഴ്സും എക്സ്റ്റാബ്ലിഷ് ചെയ്യാം. ഇനി എക്സ്റ്റാബ്ലിഷ് കമ്മിറ്റീസ്. ഇനി നമ്മൾ പർച്ചേസ് കമ്മിറ്റി, അതേപോലെ പർച്ചേസായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നതാണ് പർച്ചേസ് കമ്മിറ്റി. അതേപോലെ ഫാർമസി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫാർമസിയുടെ കമ്മിറ്റി. അതേപോലെ തെറാപ്പി എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറാപ്പി കമ്മിറ്റി. അങ്ങനെ ഓരോ കമ്മിറ്റികൾ എന്ത് ചെയ്യുക? രൂപകൽപ്പന ചെയ്യുക അല്ലെങ്കിൽ സ്ഥാപിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വർക്കിനോടൊക്കെ കുറച്ച് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി എക്സ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി. നമ്മൾക്ക് ഉത്തരവാദിത്തം എന്ത് ചെയ്യാം? എക്സ്റ്റാബ്ലിഷ് ചെയ്യാം. ആൻഡ് കൺട്രോൾ ഓവർ ഫ്ലോ ഓഫ് ഹോസ്പിറ്റൽ സപ്ലൈ. നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് വരുന്ന എന്താണ് സപ്ലൈസ് കൺട്രോൾ ചെയ്യാം. മെറ്റീരിയൽസ് ആവട്ടെ, എക്യുപ്മെന്റ്സ് ആവട്ടെ, മെഡിസിൻസ് ആവട്ടെ, എന്തായാലും ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാം. ഉത്തരവാദിത്തത്തോടു കൂടി അതെന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യണം നമ്മൾ. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയേഴ്സ്. നമ്മള് എന്താണ് നമ്മളുടെ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ സ്റ്റോക്കാണ്. സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ അനുസരിച്ചാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തണം. എക്സ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയേഴ്സ് ഫോർ റിക്വസിഷൻ, പർച്ചേസ്, ഇൻസ്റ്റന്റ് ഇന്റന്റ് എന്ന് വെച്ചാൽ ഉടമ്പടി, കരാർ, കോൺട്രാക്ട് എന്നുള്ള മീനിങ്ങാണ്. സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പർച്ചേസ് ആവട്ടെ, റിക്വസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റുകൾ കൊടുക്കും. അതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? ഫോർമുലേറ്റ് ചെയ്യാം. കണ്ടക്ട് സപ്ലൈസ് ചെക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഓരോ ഓൾ ഡിപ്പാർട്ട്മെന്റൽ ഇൻവെന്ററീസ്. നമ്മുടെ ഹോസ്പിറ്റൽസിൽ പല ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ സ്റ്റോക്കുകൾ അതേപോലെ ഇൻവെന്ററീസ് ഒക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ഇടയ്ക്ക് നമ്മൾ സർപ്രൈസ് ചെക്കുകൾ ചെക്ക് ചെയ്യാം. അതെന്താ ചെക്ക് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അവര് വില ക്രമക്കേട് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഫ്രോഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടെത്താനായിട്ട് എളുപ്പത്തിൽ പറ്റും. അല്ലാത്ത പക്ഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് സ്റ്റോക്ക് ചെക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ എങ്ങനെയെങ്കിലും അത് അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പം നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ സർപ്രൈസ് ആയിട്ട് പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യാം? ഈ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാക്കി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ വർക്കേഴ്സും പ്രോപ്പർ ആയിട്ടൊക്കെ തന്നെ നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യാനും വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മള് ഇന്ന് വൈകിട്ട് എടുത്തത്
ഇന്ന് ലാസ്റ്റ് എടുത്തത് സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ സുരക്ഷയെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽസ് പറഞ്ഞത്. അപ്പോ എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റൽസിൽ നഷ്ടം വരുന്നതെന്ന് പറഞ്ഞു. സാമ്പത്തിക നഷ്ടം വരുന്നുണ്ട്, അതേപോലെ മോഷണം സംഭവിക്കാറുണ്ട്, അതേപോലെ എന്താ പറഞ്ഞത്, ഒത്തുകളികള്, നമ്മുടെ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് മോഷണം പോകാറുണ്ട്. പിന്നെ അതേപോലെ ചെറിയ കൈക്കൂലികള്, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ഹോസ്പിറ്റൽസിന് ഫേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, പേറോൾ ഫ്രോഡ്, അങ്ങനെ കുറെ ക്യാഷ് തെഫ്റ്റ്, പൈസ മോഷണം, അതേപോലെ നമ്മുടെ രജിസ്റ്റേഴ്സും ബില്ലുകൾ റെക്കോർഡുകളിലൊക്കെ ഫ്രോഡ് കാണിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഈ രണ്ട് മെത്തേഡാണ് സെക്യൂരിറ്റിയിൽ പറഞ്ഞത്, ഫിസിക്കൽ സെക്യൂരിറ്റി മെത്തേഡും അതേപോലെ തന്നെ ഏതാണ് പറഞ്ഞത്, ഫിസിക്കൽ സെക്യൂരിറ്റിയും പറഞ്ഞു, പ്രൊസീജിയർ സെക്യൂരിറ്റിയും പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇല്ലീഗൽ ആയിട്ടുള്ള ഇല്ലീഗൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഒക്കെ തടയാൻ വേണ്ടിയിട്ടും അതേപോലെ ഹ്യൂമൻ ട്രാഫിക്, അതായത് ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സിനെയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കുക. സ്റ്റാഫിനാവട്ടെ, പേഷ്യൻസിനാവട്ടെ, വിസിറ്റേഴ്സിന്, വെൻഡേഴ്സിന്, സെയിൽസ് പേഴ്സൺസിന്, ഡെലിവറി പേഴ്സൺസിനൊക്കെ സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എൻട്രി സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ അവരുടെ ID കാർഡൊക്കെ പരിശോധിച്ച് സ്ക്രൂട്ടനൈസ് ചെയ്ത് നോൺ പേഷ്യന്റും അതേപോലെ നോൺ വിസിറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതായിരുന്നു. അതേപോലെ കാൽനട യാത്രക്കാരെ നമ്മളിപ്പോ പറഞ്ഞ പോലെ അൺലോഡിങ് ഏരിയാസ്, റിസീവിങ് ഏരിയാസ്, മോർച്ചറി അസിസ്റ്റ്, ട്രക്ക് ഗേറ്റ് വഴിയുള്ള കാൽനട ഗതാഗതം പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. ഇനി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഡെലിവറി ട്രക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെഹിക്കിൾസ് ചെക്ക് ചെയ്യണം, പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വേണം അവരെന്ത് ചെയ്യാനായിട്ട് കടത്തി വിടാനായിട്ട്. നമ്മൾ ഹോസ്പിറ്റൽസിൽ ഇതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് സർവേലൻസിന് വേണ്ടിയിട്ട് CCTV ഒക്കെ ഘടിപ്പിക്കാം. അതേപോലെ ലോക്കിംഗ് ഡിവൈസ്, അലാം സിസ്റ്റം ഒക്കെ വയ്ക്കാം. വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് വിസിറ്റേഴ്സ് പാസ് അലൗ ചെയ്യാം. ഇനി നമ്മൾ കീ കൊടുക്കുക, അധികാരമുള്ളവർ മാത്രം കീ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ കീ യൂസ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുക. അതേപോലെ ലോക്കേഴ്സും ലോക്കബിൾ ക്യാബിനറ്റും നമ്മുടെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. പേഷ്യൻസിന്റെ വാല്യുബിൾസ് സൂക്ഷിക്കാൻ അതേപോലത്തെ ലോക്കേഴ്സ് ഒക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും. സെക്യൂർഡ് ക്യാബിൻ ഫോർ കാഷ്യർ, നമ്മുടെ ഹോസ്പിറ്റലിലെ കാഷ്യർക്ക് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ക്യാബിൻ കൊടുക്കുക. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പാനിക് ബട്ടൺ പ്രൊവൈഡ് ചെയ്യാം. ഇനി നമ്മുടെ നൈറ്റ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നൈറ്റ് ടൈം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് റോൾ അപ്പ് ഷട്ടേഴ്സും ഗ്രിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞ പ്രൊസീജിയർ സെക്യൂരിറ്റി ആണ്. ഒന്ന് വായിച്ചിരിക്കുക എല്ലാവരും. ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ ഈ പോർഷനും കൂടെ ഒന്ന് വായിച്ചേ എല്ലാവരും. വേഗം വായിച്ചു നോക്ക് കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ അല്ലേ, വേഗം ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയിട്ട് മെസ്സേജ് അയക്കട്ടോ. ലാസ്റ്റ് പറഞ്ഞത് ഒന്ന് വേഗം വായിച്ചു നോക്കാം. നല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ.
ഇൻവെന്ററി കൺട്രോൾ മീൻസ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഹോസ്പിറ്റലില് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെന്ററി ഉണ്ടല്ലോ, നമ്മൾ സ്റ്റോക്കുകളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ പ്രൊസീജിയേഴ്സ്, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇൻവെന്ററിയുടെ കാര്യത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം എന്നുള്ളൊരു മീനിങ് ആണ് പറഞ്ഞിട്ടാ. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡെവലപ്പ് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ എന്നാക്കിക്കോ. ഡെവലപ്പ് എന്നുള്ളൊരു മീനിങ് ഉദ്ദേശിച്ചത് ഡെവലപ്പ് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയേഴ്സ്. നമ്മൾ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന ഇൻവെന്ററീസ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എടുക്കാം. ഓക്കെ, ഓക്കെ, വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പം പറയാം. എടാ മോനെ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ, മോഷണം എന്നുള്ള മീനിങ് ആടാ. മോഷണം ഇല്ലേ, മോഷണം. നമ്മൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മോഷണം സംഭവിക്കാം അല്ലെ, മോഷണം എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നല്ല രീതിയിൽ മോക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മോക്ക് ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ താങ്ക് യു.